ഭീകരവാദികളുടെ പ്രവർത്തനത്തിന് അനുയോജ്യമായ സാഹചര്യം പ്രത്യയശാസ്ത്രപരമായും കുടുംബപരമായും പാർട്ടിപരമായും ഉണ്ടാക്കി കൊടുക്കുന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസം. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തില് ചോരയും നീരുമൊഴുക്കി അടിയും തല്ലും കൊണ്ട് കൊല്ലാനും ചാകാനും നടന്ന ഇവിടുത്തെ ഭൂരിപക്ഷ ജനതയും അതിന്റെ അതായത് CPM-ന്റെ നേതൃസ്ഥാനത്ത് വന്നിരിക്കുന്ന മുസ്ലിം നേതാക്കളെ നോക്കൂ, എന്താണ് അവസ്ഥ? കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അതിലെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയുടെ വിശദ വിവരങ്ങൾ അറിയേണ്ടവർക്ക് നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ ആദ്യ കമന്റ് ആയിട്ട് അത് പിൻ ചെയ്ത് വെക്കുന്നതാണ്. അത് എല്ലാ മാന്യ പ്രേക്ഷകരും കാണേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, ഇവിടെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടന, മുസ്ലിം ഭീകര സംഘടന, ആ ഭീകര സംഘടനയും SDP-യുമായി ചേർന്നുകൊണ്ട് നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ കള്ളക്കേസിൽ കുരുക്കിയതാണ് വിഷയം. അപ്പൊ അത് വിശദമായിട്ട് ഞാൻ മുൻപൊരു വീഡിയോയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് പോയി കാണുക. എന്നിട്ട് ആ പയ്യനെ സഹായിക്കാൻ വേണ്ടി നമ്മളൊരു നിയമസഹായ വേദി എന്നുള്ള രീതിയിൽ നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഗിൾ പേ നമ്പർ, എല്ലാ UPI ട്രാൻസാക്ഷനും ഈ 2 നമ്പറുകളിലേക്ക് ചെയ്യാം. ഇനി UPI ട്രാൻസാക്ഷൻ അല്ല, അക്കൗണ്ട് ത്രൂ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അക്കൗണ്ട് വിവരങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ അതിലേക്ക് നിങ്ങൾ ചെയ്യുക. അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് താൽക്കാലികമായിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നിയമസഹായ വേദിയാണ്. ഇനി അതിനൊരു ലീഗൽ ഫോമിലേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഒരുപാട് സഹോദരങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇതിലേക്ക് എല്ലാവരും സഹായം ചെയ്യുക. ആ വ്യക്തിയുടെ എന്താണ് കേസ്, എല്ലാ വിശദ വിവരങ്ങളും ഇന്നലെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ആദ്യ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ, ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു ഇടതുപക്ഷ സഖാവ് മുസ്ലിം MLA PV അൻവർ ചില കാര്യങ്ങൾ തുറന്നടിച്ചപ്പോൾ ഇവിടുത്തെ സർവശക്തനായ മുഖ്യമന്ത്രി, ഞാനങ്ങനെ പറയാൻ കാരണം ലോകത്ത് ഇനി 4 കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളെ ലോകത്ത് അവശേഷിക്കുന്നുള്ളൂ. അതിൽ ഒരെണ്ണമാണ് കേരളത്തില്. അതിന്റെ പരമാധികാരിയായിട്ടുള്ള പിണറായി വിജയൻ ആ PV അൻവറിനോട് പറഞ്ഞത് മിണ്ടാതിരിയടാന്നല്ല, ദയവായി അങ്ങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയരുതെന്ന് അപേക്ഷിക്കുന്നു. ഈ വാക്ക് തന്നെ ഉപയോഗിച്ചു. കാരണം എന്താ? ഇസ്ലാമിക തീവ്രവാദികൾക്ക് അത്രയധികം കീഴടങ്ങി കഴിഞ്ഞു കമ്മ്യൂണിസം. അപ്പൊ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഒരു ഉപോൽപ്പന്നമാണ് എന്ന് തന്നെ പറയാം. കാരണം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടങ്ങുന്നത് തീവ്രവാദി ഇസ്ലാമുകൾ ആണ്, മുസ്ലിങ്ങളാണ്. അതിന്റെ ചരിത്രത്തിലേക്ക് പോയാൽ നമുക്കത് കാണാൻ കഴിയും. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ ചേരാൻ വേണ്ടി പോയവര് അഫ്ഗാനിസ്ഥാൻ വരെ എത്തിയപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനം അസ്തമിച്ചു, പരിപാടി പിരിച്ചുവിട്ടു എന്ന് അറിയുന്നതുകൊണ്ട് തിരിച്ചു പോരാൻ ഒരുങ്ങിയപ്പോ റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതറിഞ്ഞ് അവരെ റഷ്യയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുകയാണ് ഉണ്ടായത്. ആ സമയത്ത് അതിനകത്തുണ്ടായിരുന്നത് മുഴുവൻ മുസ്ലിങ്ങളാണ്. അതായത് ആ ഒരു മുസ്ലിം സൃഷ്ടിയാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുകൊണ്ട് അവര് തമ്മിലൊരു നാഭീനാള ബന്ധമുണ്ട്. രക്തഗ്രൂപ്പ് രണ്ടും ഒന്നാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രക്തഗ്രൂപ്പും ഇസ്ലാമിക തീവ്രവാദികളുടെ രക്തഗ്രൂപ്പും സെയിമാണ്. അതാണ് അവര് തമ്മിലുള്ള ബന്ധം. ഇപ്പൊ നമുക്കറിയാം സർ, ഇപ്പൊ ഇസ്രായേലിലേക്ക് കടന്നു കയറിയ ഹമാസ് ഭീകരന്മാരെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊക്കെ വിശേഷിപ്പിച്ചത് ഹമാസ് പോരാളികൾ എന്നാണ്. അതിൽ കുഞ്ഞു മക്കളെ പോലും അതിക്രൂരമായി കൊല്ലുകയും ബലാത്സംഗം ചെയ്ത് സ്ത്രീകളെ പോലും ബലാത്സംഗം ചെയ്ത് കൊന്നതിന് ശേഷം അവരുടെ മൃതശരീരത്തെ പോലും വെറുതെ വിടാതെ തെരുവുകളിലൂടെയൊക്കെ കാണിക്കുക മാത്രമല്ല അതിലേക്ക് മലമൂത്ര വിസർജനം നടത്തുക എല്ലാം കാണിച്ച മുസ്ലിം ഭീകരന്മാർ നമ്മുടെ നാട്ടിൽ പോരാളികളായിരുന്നു. ഇപ്പോ ഈ പറയുന്ന സിറിയയിൽ അധികാരം പിടിച്ചടക്കിയ മറ്റൊരു ഭീകരൻ, ആ ഭീകരനെ തീക്കാറ്റായിട്ടാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ മാധ്യമങ്ങളെ എത്രത്തോളമാണ് ഇസ്ലാമിക നമുക്കറിയാം പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ആ ഒരു ഇംഗ്ലീഷ് വാക്ക് നമുക്ക് മാറ്റി വെക്കുക തന്നെ ചെയ്യാം. ഇസ്ലാമിക ഭീകരത എന്ന് തന്നെ പറയേണ്ടതുണ്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങളെ എത്രത്തോളമാണ് ഇവർ സ്വാധീനിച്ച് കഴിഞ്ഞിരിക്കുന്നത്, അത് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടുകാർക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്, പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും സർ? അതായത് ഈ ഹിന്ദുക്കളെ ക്രിസ്ത്യാനികൾ എന്നൊക്കെ പറയുന്നത് എല്ലാ കാര്യവും സത്യസന്ധമായി നേരെ പോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ. ഒരൊറ്റ ഉദാഹരണം ഞാൻ ക്രിസ്ത്യാനികളെ വെച്ചുകൊണ്ട് പറയാം. അതായത് ഇപ്പൊ ക്രിസ്ത്യാനികൾ കേരളത്തില് നമ്മുടെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചർച്ച കേൾക്കുന്ന ക്രൈസ്തവരായിട്ടുള്ളവര് ഈ വസ്തുത തീർച്ചയായിട്ടും അംഗീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരു ക്രൈസ്തവ സഹോദരൻ ഞങ്ങളോട് പറഞ്ഞാണ്, സാറേ ഞങ്ങളെയൊക്കെ അച്ചടക്കമാണ് പള്ളിയിൽ നിന്ന് പഠിപ്പിച്ചത്. സഭ എന്ന് പറഞ്ഞാൽ അച്ചടക്കത്തിന്റെ ഒരു കേന്ദ്രമാണ്. അതുകൊണ്ട് ഞങ്ങളൊക്കെ ദൈവ ഭയത്തോടു കൂടി, അതായത് ഹിന്ദുക്കൾ ദൈവത്തെ ഭയപ്പെടുകയല്ല ചെയ്യുന്നത്, ക്രിസ്ത്യാനികൾക്ക് ദൈവത്തെ ഭയപ്പെടണം, അങ്ങനെയാണ് അവിടുത്തെ നിയമം. ആയിക്കോട്ടെ, അത് ആ മതത്തിന്റെ ഇഷ്ടം. അങ്ങനെ ദൈവഭയത്തോടെ ഞങ്ങൾ ഇരുന്നു. ഞങ്ങള് പള്ളിയിലെ കുർബാനയ്ക്ക് പോകുമ്പോൾ ഞങ്ങളോട് ഇവരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്, അതായത് ഈ പുരോഹിതന്മാര് പറഞ്ഞുകൊണ്ടിരുന്നത് സ്ഥലം മേടിക്കണം, കൃഷി ചെയ്യണം, സ്ഥലം മേടിക്കണം, കൃഷി ചെയ്യണം. അപ്പൊ ഞങ്ങളെല്ലാം സ്ഥലം മേടിച്ചു, കൃഷി ചെയ്തു.
അങ്ങനെ കൃഷി ചെയ്ത് ഇപ്പൊ കൃഷിയെല്ലാം നഷ്ടത്തിലായപ്പോ ഞങ്ങൾ ആകപ്പാടെ പെട്ടുപോയി. ഇനിയിപ്പൊ ഞങ്ങൾക്ക് ജീവിക്കാൻ വഴിയില്ല. എന്നാൽ മുസ്ലിങ്ങളോട് അങ്ങനെയല്ല പറഞ്ഞത്, കച്ചവടം ചെയ്യാനാ പറഞ്ഞത്. അതുകൊണ്ട് അവർ കച്ചവടം എല്ലാം ചെയ്ത് അവർ നല്ലപോലെ സാമ്പത്തികം ഉണ്ടാക്കി. കച്ചവട സ്ഥാപനങ്ങളും സാമ്പത്തികവും അവരുടെ കയ്യിലായി. അതുകൊണ്ട് ഇപ്പൊ ക്രിസ്ത്യാനികൾ നടത്തുന്ന പത്രമാധ്യമങ്ങൾ പോലും, ചാനലുകൾ ഉൾപ്പെടെ ജീവിച്ചു പോകണമെങ്കിൽ ഈ മുസ്ലിങ്ങളുടെ പരസ്യം കിട്ടണം. അതുകൊണ്ട് ആ മുസ്ലിങ്ങളുടെ പരസ്യത്തിനെതിരായിട്ട് നിന്നാൽ ഞങ്ങളുടെ പ്രസ്ഥാനം പൂട്ടിപ്പോകും. അതുകൊണ്ട് ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് കീഴടങ്ങി കഴിയാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇല്ല, ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യ. പണ്ടൊക്കെ ജസിയ കൊടുക്കുക, കപ്പം കൊടുക്കുക എന്നൊക്കെ പറയല്ലേ, എന്ന് പറഞ്ഞ പോലെ പരസ്യം കൊടുക്കുക എന്നാണ് ഇപ്പൊ ജസിയക്ക് പറയുന്ന പേര്. പണ്ട് ജസിയ കൊടുക്കുക, ഇപ്പൊ പരസ്യം കൊടുക്കുക. അവര് വന്ന് പരസ്യം ചോദിക്കുമ്പോൾ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ കച്ചവടം നടക്കില്ല. അതുകൊണ്ട് ഓക്കെ, അങ്ങനെ ചെയ്യും. ഇനി ഹിന്ദുക്കളെ ഇത്രയും പോലും വിഷമിക്കണ്ട. ഇപ്പോ മുസ്ലിങ്ങൾ നടത്തുന്ന ഒരു സ്വർണ്ണക്കടയുടെ പരസ്യത്തിൽ മോഹൻലാലിനെ വിളിച്ച് അഭിനയിപ്പിക്കും. എന്നിട്ട് കുറെ ഹിന്ദുക്കളെ ചന്ദനപ്പൊട്ടും ചരടും ഒക്കെ ആയിട്ട് ഈ സ്വർണ്ണക്കടയില് ജോലിക്ക് നിർത്തുന്നു. എന്നിട്ട് ഇവർ പറയാണ് ഇത് മോഹൻലാലിന്റെ കടയാ, കണ്ടില്ലേ മോഹൻലാലിന്റെ പടം ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. ഇത്രയും കേട്ടാൽ മതി, പാവ ഹിന്ദുക്കൾ മോഹൻലാലിന്റെ കടയാന്ന് ഓർത്ത് ഈ തീവ്രവാദികളുടെ കടയിൽ കയറി സ്വർണം മേടിക്കാൻ തയ്യാറാണ്. സ്വർണം മേടിക്കുമെങ്കിൽ പിന്നെ ബാക്കി കാര്യത്തിന്റെ കാര്യം പറയാനില്ലല്ലോ. ശബരിമലയ്ക്ക് പോകുന്ന സമയമാണല്ലോ, ഇപ്പൊ മണ്ഡലകാലമല്ലേ. ശബരിമലയ്ക്ക് പോകുന്ന വഴിയിൽ എരുമേലി മുതൽ ശബരിമല വരെ സകല കടകളും നോക്കിയോ, എല്ലാം മണികണ്ഠ വിലാസം, അയ്യപ്പ വിലാസം, ഇത് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് വിലസുന്ന അയ്യപ്പനും മണികണ്ഠനും ആരാ? മൊത്തം മുസ്ലിമാണ്. അപ്പൊ ശബരിമല തീർത്ഥാടനത്തിൽ എന്തുകൊണ്ടാണ് ഇസ്ലാമിക തീവ്രവാദികൾ ബോംബ് വെക്കാത്തത്? ബോംബ് വെക്കുന്ന അവർക്ക് നഷ്ടമാണ്. കാരണം അവരുടെ കച്ചവടം പൂട്ടിപ്പോകും. അതുകൊണ്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകില്ല. കാരണം നമുക്കറിയാം, കോടിക്കണക്കിന് ആൾക്കാർ വരുന്നു, സെക്യൂരിറ്റി വലിയ പ്രശ്നമാണ്, വനത്തിനകത്താണ്. ഒന്നും പേടിക്കണ്ട. അയ്യപ്പൻ ഒഴികെ ബാക്കി എല്ലാം മുസ്ലിങ്ങളാണ്. ഏത് ഭക്തജനങ്ങളല്ല, അവിടുത്തെ കച്ചവടക്കാർ മൊത്തം. അയ്യപ്പനും അയ്യപ്പന്റെ ഓഫീസും ദേവസ്വം ബോർഡിന്റെ ഓഫീസും ഒഴികെ ബാക്കി മൊത്തം മുസ്ലിം. അപ്പോ അങ്ങനെ ആയി കഴിഞ്ഞിരിക്കുന്നു കേരളത്തിന്റെ ഒരു അവസ്ഥ. ഇത് വന്നതുകൊണ്ട് ഹിന്ദുക്കളെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, പാവങ്ങളാണ്. എന്നാ പറഞ്ഞാലും വെള്ളം തൊടാതെ വിഴുങ്ങി മതേതരരായി മര്യാദയ്ക്ക് ജീവിച്ചോളൂ. ഇപ്പൊ നമ്മൾക്കറിയാത്ത സാർ, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ ബംഗ്ലാദേശ് കഴിഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു അടുത്തത് കേരളമാണ് എന്നുള്ളത്. എത്ര ഉറക്കെ പറഞ്ഞാലും പറയുന്ന നമ്മൾ വർഗീയവാദികളും അതല്ലെങ്കിൽ ഈ പറയുന്ന പ്രത്യേക രീതിയിലുള്ള ഒരു മതസ്ഥർ നമ്മളെയൊക്കെ ആക്ഷേപിക്കുന്നതും അതിനെ കൂടെ പിടിച്ചുകൊണ്ട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പറയുന്നതും നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ എങ്ങനെയായിരിക്കും സർ ഇവർക്ക് ഇനി പ്രത്യക്ഷത്തിൽ ഇത് മനസ്സിലാവുക? നമ്മളൊക്കെ പറഞ്ഞാലും മനസ്സിലാവാത്ത ഇവന്മാർക്ക് എങ്ങനെയാണ് ഇത് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാനാവുക? അല്ല, അതിപ്പോ പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ടല്ല. ഞാൻ തിരുവനന്തപുരത്തും രാജസ്ഥാനിലും നടന്ന 2 സംഭവങ്ങൾ പറയാം. അപ്പൊ മനസ്സിലാവും ഇതെന്താ കാര്യം. 1967 തോന്നുന്നു, ചൈന ഇന്ത്യ ആക്രമിക്കുന്ന സമയത്ത് അതിബുദ്ധിശാലികളായിട്ടുള്ള തിരുവനന്തപുരത്തെ ചില ഹിന്ദുക്കൾ ചൈനീസ് ഭാഷ പഠിക്കാൻ പോയി. വളരെ ആൾക്കാർ ചോദിച്ചു, നിങ്ങളെന്താ ഇപ്പൊ ചൈനീസ് ഭാഷ പഠിക്കുന്നത്? അതിപ്പോ ചൈനയുടെ ആയുധ ശേഖരവും ഇന്ത്യയുടെ ആയുധ ശേഖരവും ചൈനയുടെ പട്ടാളത്തിന്റെ എണ്ണവും ഇന്ത്യയുടെ പട്ടാളത്തിന്റെ എണ്ണവും കൂടെ കൂട്ടിയാൽ എന്തായാലും ഇന്ത്യ തോറ്റുപോകും. അപ്പൊ ചൈന ഇന്ത്യ പിടിക്കും. അങ്ങനെ ഇന്ത്യ പിടിച്ച് ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് അവിടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് മുൻഗണന കിട്ടുക ചൈനീസ് ഭാഷ പഠിച്ചാൽ. അതുകൊണ്ട് കുറെ ബുദ്ധിമാന്മാര് ചൈനീസ് ഭാഷ പഠിക്കാൻ. അപ്പോ ഇത്രയും ബുദ്ധിയാണ് ഹിന്ദുവിന്. ഇനി രാജസ്ഥാനിൽ നടന്ന സംഭവം, രാജസ്ഥാനിലെ രാം സിംഗ് എന്ന് പറയുന്ന കേരളത്തിലെ ആളിന്റെ പേര് ഞാൻ മനഃപൂർവ്വം പറയാത്തതാണ്, പിന്നെ നാളെ ആ സമുദായത്തെ ആക്ഷേപിച്ചു എന്ന് പറയാം. അതുകൊണ്ടാണ് നടന്ന ഒരു സംഭവം. രാജസ്ഥാനിലെ രാം സിംഗ് എന്ന് പറയുന്ന ഒരാളിന്റെ വീടിന്റെ മുമ്പിൽ ഒരു പട്ടാള ട്രക്ക് വന്ന് നിന്നു. ഒരു ദിവസം സന്ധ്യയായി, ഇയാൾ രാമായണം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പട്ടാള ട്രക്ക് കൊണ്ട് നിർത്തിയിട്ട് അതിൽ നിന്ന് ഒത്തിരി സാധനമൊക്കെ ഇറക്കി അടുക്കി വെക്കുകയാണ്. ഇയാൾ അവിടെ ചെന്ന് ചോദിച്ചു, നിങ്ങളൊക്കെ ആരാ, എവിടുന്നാ വന്നത്? അവര് ഈ പാവത്തിനെ കണ്ടപ്പം ഇവനൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്നറിയാവുന്നതുകൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് വന്ന പട്ടാളക്കാരാ. എന്തിനാ വന്ന്? ഇന്ത്യയോട് യുദ്ധം ചെയ്യാൻ വന്നതാണ്. 1971 ഇന്ത്യയോട് യുദ്ധം ചെയ്യാൻ വന്നതാണ്. ഇയാൾക്ക് ഒരു ഭാവഭേദവും ഇല്ല. അപ്പൊ നിങ്ങൾ ഇറക്കി വെക്കുന്ന ഈ പെട്ടിയൊക്കെ എന്നതാ? ഇത് ബോംബാണ്. ഇത് മുകളിൽ നിന്ന് ഉത്തരവ് കിട്ടിക്കഴിഞ്ഞാൽ ഈ പെട്ടിക്കാതിരിക്കുന്ന ബോംബെല്ലാം നിങ്ങളുടെ ഓരോ വീടിന്റെ മുകളിലിട്ട് കത്തിക്കാനാണ് ഉത്തരവ് എന്ന് പറഞ്ഞു. അന്നേരം ഈ രാംസിംഗിന് ഒരു വികാരവും ഇല്ല. ഇയാൾ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുക ഈ ലോറിയുടെ അടുത്ത്. പട്ടാളക്കാർക്ക് കൗതുകം തോന്നി. അവര് ചോദിച്ചു, നിങ്ങൾ എന്തിനാ അവിടെ നിൽക്കുന്നത്? കുറെ നേരം ആയല്ലോ വന്ന് നിൽക്കുന്നത്, വീട്ടിൽ പോയി നിൽക്കാൻ മേലായിരുന്നു. അപ്പൊ ഇയാൾ പറയാം,
അല്ല നിങ്ങൾ പറഞ്ഞാൽ ഇതിനകത്ത് പെട്ടിക്കകത്തിരിക്കുന്നതെല്ലാം ബോംബാണ്, ഇത് ഞങ്ങളുടെയൊക്കെ വീടിന്റെ മുകളിലിട്ട് കത്തിക്കാനാന്നും പറഞ്ഞല്ലോ. അതെ, അല്ല അത് കഴിയുമ്പോ ഈ കൂട് മിച്ചം വരികയല്ലേ പെട്ടി, അതിന്റെ 2 പെട്ടി കിട്ടുമെന്ന് അറിയാൻ വേണ്ടി നിന്നതാ എന്ന് പറയുന്ന ബുദ്ധിയാണ് ഹിന്ദുവിന്. അതുകൊണ്ട് ഇത് എന്നാ മനസ്സിലാകുക എന്നുള്ള ബൈജുവിന്റെ ചോദ്യത്തിന് എനിക്ക് ഈ 2 കഥ പറയാനല്ലാതെ മറുപടി പറയാൻ അറിയത്തില്ല. അതാണ് ഇവിടുത്തെ ജന്തു. ഓക്കെ, എന്തെങ്കിലും വിട്ടുപോയ ഭാഗങ്ങളുണ്ടോ സാർ നമ്മളെ ഈ ഒരു വിഷയത്തിൽ? ഈ ഒരു വിഷയത്തില് നമ്മൾ ഭീകരവാദികളെ 2ആയിട്ട് വേർതിരിക്കരുത് എന്നൊരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. അതായത് ഇസ്ലാമിക ഭീകരവാദികളിൽ നല്ല ആൾക്കാരും മതേതരരും ജനാധിപത്യ വിശ്വാസികളും ഉണ്ട് എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ജനാധിപത്യമല്ല, മതേതരത്വമല്ല, നല്ലവരുമല്ല. ആണെങ്കിൽ ഇന്ന് മുനമ്പത്തെ സംബന്ധിച്ചെന്ന അങ്ങനെ ഒരു പ്രസ്താവന മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് അതിന്റെ സംസ്ഥാന പ്രസിഡന്റ്, അതുപോലെ കുഞ്ഞാലിക്കുട്ടി, അതുപോലെ മുഹമ്മദ് ബഷീർ, ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്ന് വരുമായിരുന്നില്ല. ഇനി വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ആരും എതിർക്കാനില്ല. എതിർക്കാനുണ്ടായിരുന്നെങ്കിൽ ഇടതുപക്ഷവും വലതുപക്ഷവും എതിർത്തിട്ടുമില്ല. അപ്പോൾ കേരളത്തിലെ നമ്മളെ ചർച്ച കേൾക്കുന്ന മലയാളികളോട് എനിക്കുള്ള ഒരു അഭ്യർത്ഥന, നമ്മൾ ഇസ്ലാമിക സ്റ്റേറ്റിനകത്തായി കഴിഞ്ഞു. ഈ ഒരു ബോധമെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയെങ്കിലും നമുക്ക് തിരിച്ചടിക്കാൻ അവസരമുണ്ട്. കാരണം മുസ്ലിം കേരളത്തിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിൽ എത്തിയിട്ടില്ല. ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിലെത്താൻ ഇനി ഒരു 18-17% കൂടി വളർന്നാൽ മതി. 33 ആയി കഴിഞ്ഞു. 33+ അത്രയും കൂടെ ആയാൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമായി. ഇപ്പോൾ തന്നെ അവർക്ക് ഭൂരിപക്ഷം ഉണ്ടെന്നുള്ള മട്ടിലാണ് അവർ ജീവിക്കുന്നത്. ഇതാണ് ഇസ്ലാമിക ഭീകരവാദികളുടെ ശൈലി. ആദ്യം ചെറുതായിട്ട് തുടങ്ങുക, പിന്നെ ഒരു 20% ആകുമ്പോഴത്തേക്ക് ഇരവാദവും തീവ്രവാദവും പുറത്തെടുക്കുക, ഒരു 30-40% ഒക്കെ ആകുമ്പോഴത്തേക്കും രാജ്യം തന്നെ പിടിച്ചെടുക്കുക. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്നത് ഒരു ഇസ്ലാമിക് സ്റ്റേറ്റിലാണ് എന്നുള്ള ബോധം ഇവിടുത്തെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനിക്കും വേണം. നമ്മൾ കേരളത്തിലാണ്, നമ്മൾ ഭാരതത്തിലാണെന്നൊക്കെ അഭിമാനിക്കാമെങ്കിലും യഥാർത്ഥത്തിൽ കേരളത്തിൽ താമസിക്കുന്ന അമുസ്ലിങ്ങളായിട്ടുള്ളവരെല്ലാം ഒരു ഇസ്ലാമിക് സ്റ്റേറ്റിൽ തന്നെയാണ് ജീവിക്കുന്നത് എന്ന ബോധമുണ്ടായാൽ വളരെ നല്ലതാണ് എന്നുള്ളതാണ് അവസാനമായി എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്.